ജെസ്സി ഫുഡ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പച്ചമാങ്ങ കൊണ്ട് ട്രഡീഷണലായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡിഷ് റെഡിയാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പച്ചമാങ്ങ എടുത്തിട്ടുള്ളത്. നല്ല പച്ചുള്ള മാങ്ങ എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം പുളിയും എല്ലാം ഉള്ള മാങ്ങയാണ് കേട്ടോ. ഞങ്ങളുടെ അടുത്ത് പുളിയില്ലാത്ത മാങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധാരണ ഇത് നോർത്ത് ഇന്ത്യൻസാണ് ഇങ്ങനെ ഒരു മാങ്ങ കൊണ്ടുള്ള റെസിപ്പി ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇതിന് അവരൊക്കെ പറയുന്ന പേരാണ് മാങ്ങ ചുണ്ട എന്നിട്ട് ഇതിന് പറയാറുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ മാങ്ങ ചുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മളിത് കട്ട് ചെയ്തിട്ട് ചെറിയ കനം കുറച്ച നീളത്തിലുള്ള പീസുകളാക്കിയോ അല്ലെങ്കിൽ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രേറ്ററിൻ്റെ വലിയ ഹോൾ ഉണ്ടാവുമല്ലോ, ആ ഒരു ഹോളിൽ വെച്ചിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ചെറിയ ഹോളുണ്ടാവും, അപ്പോൾ പറ്റ ചെറുതായിട്ട് ഇങ്ങനെ പൊടി പൊടിയായി പോകുമല്ലോ. അത്ര അല്ലാതെ നമുക്ക് കുറച്ചൊരു കനം കിട്ടും വേണം. നമുക്കിങ്ങനെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കടിക്കാനുള്ള പാകത്തിനായിട്ടാട്ടോ വേണ്ടത്. ഞാൻ വലിയ ഹോളുള്ള ഭാഗത്ത് വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ 2 മാങ്ങയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ തന്നെ നല്ല മാങ്ങ മുഴുവനായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സുഖം. കട്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിലും തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പിന്നെ എങ്ങനെ ഇത് റെഡിയാക്കണമെന്ന് നോക്കാം. അതിന് നമുക്ക് ഗ്രേറ്റ് ചെയ്ത മാങ്ങ എത്ര അളവുണ്ടെന്ന് നമുക്ക് നോക്കണം. നിങ്ങൾ ഗ്ലാസ്സിലാണെങ്കിലും കപ്പിലാണെങ്കിലും ഒക്കെ എത്ര അളവാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 കപ്പ് മാങ്ങ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും ഉപ്പും നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ആ സമയത്ത് തന്നെ ഉപ്പൊക്കെ മെൽറ്റായിട്ട് ഇതിലിങ്ങനെ വെള്ളം ഉണ്ടായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് സമയം വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ മാങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിൽ മധുരം കൂടെ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് നോർത്ത് ഇന്ത്യൻസൊക്കെ അങ്ങനെ ചപ്പാത്തിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെയും ഒക്കെ കഴിക്കണ ഒരു സൈഡ് ഡിഷായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. നമ്മളങ്ങനെ സാധാരണ യൂസ് ചെയ്യാറില്ല. എന്നാലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെ കേട്ടോ. ആരെയും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും ചെയ്യും. കുട്ടികൾക്കൊക്കെ നല്ല മധുരവും പുളിയും എല്ലാം കൂടിയുള്ളൊരു ഡിഷാകുമ്പോൾ നല്ല രസമല്ലേ. ഞാനിപ്പോൾ 2 കപ്പ് മാങ്ങ ഗ്രേറ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1.5 കപ്പ് പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പഞ്ചസാര മെൽറ്റായി വരുന്ന സമയത്ത് നല്ല വെള്ളം ഇങ്ങനെ ഇതിൽ തന്നെ ഉണ്ടായിട്ട് വരികയും ചെയ്യും. നമ്മളിപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ പഞ്ചസാരയും മാങ്ങയും എല്ലാ ഭാഗത്തും മധുരം എത്തുന്ന വിധത്തിൽ നമുക്ക് മിക്സാക്കി കൊടുക്കുക വേണം. അപ്പോൾ അത് നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് തന്നെ ചൂടാക്കുന്നതിന് മുന്നേ തന്നെ അത് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ മെൽറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുക്കണുള്ളൂ. ഞാനിപ്പോൾ 3/4 കപ്പ് പഞ്ചസാരയാണ് 1 കപ്പ് മാങ്ങയിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് 1 കപ്പ് മാങ്ങയിലേക്ക് 1 കപ്പ് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മധുരം കുറച്ച് മതി എന്നുള്ളവർ മാത്രം 3/4 കപ്പ് ചേർത്താൽ മതി. അല്ലാത്തവർ 1 കപ്പ് മാങ്ങയിലേക്ക് 1 കപ്പ് തന്നെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് ഇതിൽ മിക്സ് ആക്കേണ്ടത്. അങ്ങനെ പഞ്ചസാരയും മാങ്ങയും കൂടെ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം പിന്നെ നമ്മളത് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടെടുക്കുന്നുണ്ട്. ഇത് കൈയെടുക്കാതെ തന്നെ നമുക്ക് നല്ലപോലെ തന്നെ വീണ്ടും കുറേ ടൈം വെച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ പഞ്ചസാരയൊക്കെ മെൽറ്റായി നല്ല മാങ്ങയിലൊക്കെ നല്ല മധുരം പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ നമ്മൾ കുറേ ടൈം ഇളക്കുന്ന സമയത്ത് ഇതിൽ പഞ്ചസാരൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഇങ്ങനെ വരും. ആ ഒരു സമയത്ത് നമ്മൾ പഞ്ചസാര ഇങ്ങനെ സ്പൂണിൽ വെച്ചിട്ട് കൈ തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂൽ പരുവത്തിൻ്റെ അവസ്ഥയിലെത്തുമല്ലോ. ആ ഒരു അവസ്ഥ എത്തുന്ന സമയത്താണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യേണ്ടത്. ഇതിലേറെ കൂടുതൽ ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കട്ടിയായിട്ട് വരും നമ്മൾ തണുക്കുന്ന സമയത്ത്. ഇത് ഇനി ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആവും തണുത്ത് വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഒരു നൂൽ പരുവം ആവുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം.
ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിലേക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം സ്റ്റൗന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ചൂടാറിയതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് ലൂസിലാണ് നിൽക്കുന്നത്. ഇനി നമ്മളിത് തണുത്ത് വരുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആവും കേട്ടോ. ഇനി ഇത് ടൈറ്റായത് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നല്ലപോലെ തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുത്താലും മതിയാവും. പിന്നെ ഇതിലേക്ക് ഞാനൊരു കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അത് എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ഉള്ളൊരു ഡിഷാകുമ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കുമല്ലോ അത്. അപ്പോൾ ഇതിങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ജാമൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കാനും പറ്റും. അത്രക്കും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അത്. പിന്നെ ഞാനിത് കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് ഉണ്ടാക്കണുള്ളൂ. എന്നാലും ഇത് നമുക്കൊരു കുറേ കാലം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു വർഷമൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. ഈ വർഷം ഉണ്ടാക്കിയിട്ട് നമുക്ക് അടുത്ത വർഷത്തെ മാങ്ങാക്കാലം വരെ ഇത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്